നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹം നടക്കേണ്ട ദിവസം പുലർച്ചെ വരൻ വാഹനാപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. വളരെ വേദനാജനകമായ സംഭവമാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. ചെമ്പഴന്തി പൊട്ടയിൽ സ്വദേശി രാകേഷാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കാട്ടായിക്കോണം സ്വദേശിനിയുമായുള്ള രാകേഷിന്റെ വിവാഹം ഇന്നലെ നിശ്ചയിച്ചിരിക്കെയാണ് പാങ്ങപ്പാറയ്ക്ക് സമീപം പുലർച്ചെ 12:40 രാകേഷ് അപകടത്തിൽപ്പെട്ടത്. ശ്രീകാര്യത്തിനും കഴക്കൂട്ടത്തിനുമിടയ്ക്ക് മാങ്കുഴിയിൽ വെച്ച് രാകേഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന KSRTC സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. രാകേഷ് തൽക്ഷണം മരിച്ചു. കണിയാപുരം ഡിപ്പോയിൽ നിന്ന് വൈദ്യുതി ചാർജ് ചെയ്ത ശേഷം വികാസ് ഭവനിലേക്ക് പോകുകയായിരുന്നു ബസ്. ശ്രീകാര്യത്തിൽ നിന്ന് കഴക്കൂട്ടം ഭാഗത്തേക്ക് ബൈക്കിൽ പോകുകയായിരുന്നു രാകേഷ്. ബസ്സുമായി നേർക്കുനേർ ഇടിച്ചുണ്ടായ അപകടത്തിൽ രാകേഷിന്റെ തല പൊട്ടിച്ചിതറി. ബൈക്ക് പൂർണ്ണമായി തകർന്നു. തിങ്കളാഴ്ച രാവിലെ കാട്ടായിക്കോണം വാഴവിളയിലെ പാട്ടാരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് രാകേഷിന്റെ വിവാഹം നടത്താനിരുന്നത്. സ്വന്തം വീട്ടുകാർ ഈ വിവാഹത്തെ എതിർത്തിരുന്നു. ഈ എതിർപ്പ് മറികടന്നാണ് ദീർഘനാളായി പ്രണയത്തിലായിരുന്ന യുവതിയുമായി രാകേഷ് വിവാഹം നിശ്ചയിച്ചത്. അവസാന ശ്രമമെന്ന നിലയിൽ രാകേഷ് ഞായറാഴ്ച രാത്രി സ്വന്തം വീട്ടിലെത്തി വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് മാതാപിതാക്കളോട് അപേക്ഷിച്ചു. പക്ഷേ ഇതിനെ ചൊല്ലി വീണ്ടും വഴക്കുണ്ടായി. ഈ ഒരു വിവരങ്ങൾ ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ വഴക്കിനിടയ്ക്കാണ് രാകേഷ് ബൈക്ക് എടുത്ത് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോയത്. പ്രണയത്തെ ചൊല്ലി ബന്ധുക്കളുമായി പിണങ്ങി വീട് വിട്ട രാകേഷ് ചന്തവിളയിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഏർപ്പാടാക്കിയ വാടക വീട്ടിലായിരുന്നു കുറച്ചു കാലമായി താമസം. വിവാഹത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പെൺകുട്ടിയുടെ വീട്ടുകാരാണ് നടത്തിയിരുന്നത്. അടുത്ത ബന്ധുക്കളെ സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവാഹമായിരുന്നു ഒരുക്കിയിരുന്നത്. വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീകാര്യത്ത് KSRTC സ്വിഫ്റ്റ് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ പുലർച്ചെ 1 മണിയോടെ ആണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ വിവാഹത്തിൻ്റെ വീട്ടുകാരെ എതിർപ്പുണ്ടായിരുന്നു. വീട്ടുകാരെ എതിർപ്പൊക്കെ അവഗണിച്ച് അല്ലെങ്കിൽ അവരെ ഒന്നുകൂടി പറഞ്ഞ് ഈ ഒരു തൻ്റെ വിവാഹത്തിന് സമ്മതിപ്പിക്കാം എന്ന ഒരു അവസാന പ്രതീക്ഷയോടെയാണ് ഈ യുവാവ് വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ വീണ്ടും വീട്ടുകാർ ആ ഒരു വിഷയത്തിൽ രാകേഷിനോട് വഴക്കിടുകയുണ്ടായി. ഈ ഒരു വഴക്കിന് പിന്നാലെയാണ് രാകേഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും അതൊരു അപകടത്തിൽ അല്ലെങ്കിൽ ഒരു മരണത്തിൽ ആ ഒരു പോക്ക് അവസാനിക്കുകയായിരുന്നു. ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. അതാണ് രാകേഷിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. കാട്ടായിക്കോണം സ്വദേശിനെ വിവാഹം കഴിക്കാനായിരുന്നു രാകേഷ് തീരുമാനിച്ചിരുന്നത്. വിവാഹത്തിന് ഇരു വീട്ടുകാരുടെയും സമ്മതമില്ലായിരുന്നു. എന്തായാലും വിവാഹം രജിസ്റ്റർ ചെയ്യാനിരിക്കുകയായിരുന്നു. അത്തരത്തിൽ അടുത്ത ബന്ധുക്കളെയൊക്കെ വെച്ച് വിവാഹം നടത്താം, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒക്കെ എതിർപ്പുണ്ടെങ്കിൽ പോലും അവർ അത് വിവാഹം നടത്താനുള്ള ഒരു ഒരുക്കമൊക്കെ പെൺകുട്ടിയുടെ വീട്ടുകാർ നടത്തിയിരുന്നു. പക്ഷേ ഈ രാകേഷിൻ്റെ വീട്ടുകാർക്ക് വലിയ എതിർപ്പായിരുന്നു. ആ എതിർപ്പിൽ തന്നെ അവർ തുടരുകയായിരുന്നു. എന്തായാലും അപകടത്തിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തു. വളരെ ദുഃഖകരമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകുന്നു. കഴിഞ്ഞ ദിവസം ഷേർലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വാർത്ത കൂടി നമുക്കൊന്ന് നോക്കാം. കൂവപ്പള്ളിയിലെ ഷേർലിയുടെയും ജോബിൻ്റെ മരണത്തിൽ ദുരൂഹതകൾ ഇതുവരെ നീങ്ങിയിട്ടില്ല. അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ജോബുമായി വഴക്കുണ്ടാക്കിയെന്നും തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഷേർലി മറ്റൊരു സുഹൃത്തിനെ ഞായറാഴ്ച വൈകിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സുഹൃത്ത് രാത്രി തിരികെ വിളിച്ചു. പക്ഷേ ഷേർലി ഫോൺ എടുത്തില്ല. ഇതോടെ പോലീസിൽ ഈ സുഹൃത്ത് വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ പോലീസ് ഈ വിവരം അനുസരിച്ച്, അതായത് സുഹൃത്ത് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ വീടിൻ്റെ കിടപ്പുമുറിയിൽ നിലത്ത് ഷേർലിയെ രക്തം വാർന്ന് മരിച്ച നിലയിലും ഹാളിൽ സ്റ്റെയർ കേസ് കമ്പിയിൽ ജോബിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. 8 മാസമായി ജോബ് ഷേർലിയോടൊപ്പം ഈ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധു അടക്കമുള്ളവർ അറിയിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഭർത്താവ് മരിച്ചതോടെയാണ് ഷേർലി കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിയത്. മുക്കാലിയിൽ വാടകയ്ക്ക് താമസിച്ച ശേഷം കുളപ്പുറത്ത് സ്ഥലം വാങ്ങി വീട് വെച്ചു. വെള്ളിയാഴ്ച ഇവരുടെ നേരത്തെയുള്ള ബന്ധത്തിലെ മകൻ ഇവിടെ എത്തിയിരുന്നു. നെടുങ്കണ്ടം കല്ലാർ തുരുത്തിയിൽ ഷേർലി മാത്യു 45 വയസ്സ്, കോട്ടയം കുമ്മനം ആലുമുട് സ്വദേശി ജോബ് സക്കറിയ 38 വയസ്സ് എന്നിവരെയാണ് ഷേർലിയുടെ കുളപ്പുറത്തുള്ള വീട്ടിൽ ഞായറാഴ്ച രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ജോബ് ഷേർലിയെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നിഗമനം. ഷേർലിയെ കൊലപ്പെടുത്തിയ ആയുധം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.
എന്തായാലും പല പല കഥകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. സത്യമേത് കള്ളമേതെന്നറിയാതെ വളരെയധികം കുഴങ്ങുകയാണ് നാട്ടുകാർ. എന്താണ് സത്യം ഒന്നും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ് നാട്ടുകാരായിരിക്കുന്നത്. ഒരു മതിലിൻ്റെ വ്യത്യാസത്തിലുള്ള വീട്ടുകാർക്ക് പോലും മരിച്ച രണ്ടുപേരെയും പറ്റി കൃത്യമായി അറിയില്ല. അവരാരാണ്, അവിടെ ഉണ്ടായിരുന്നത് ആരാണ്, അവരുടെ ഒന്നും അറിയാത്ത ഒരു സാഹചര്യം. 8 മാസം മുൻപായിരുന്നു ഷേർലി കൂവപ്പള്ളിക്ക് സമീപം കുളപ്പുറത്ത് സ്ഥലം വാങ്ങി വലിയൊരു വീട് വെച്ചത്. അതിനുശേഷം ഇതേ ഹൗസിംഗ് ലൈനിൽ പുതിയ പല വീടുകളും വന്നു. എന്നാൽ ഷേർലി ആരാണെന്ന് ഇവിടെയുള്ള ആർക്കും വ്യക്തമായി അറിവില്ല. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവ് ഉണ്ട്, മക്കൾ വിദേശത്താണ്, ഒരു മകൾ മരിച്ചുപോയി. അങ്ങനെ പല 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 കഥകളാണ് ഷേർലിയെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത്. പക്ഷേ കൃത്യമായ ഒരു വിവരം നാട്ടുകാർക്ക് അറിയില്ല. ഇത്തരത്തിൽ പല പല കഥകൾ കേട്ടു. ഈ പല പല കഥകൾ ചേർത്ത് വെച്ച ഒരു രൂപമാണ് അവർക്ക് മനസ്സിലുള്ളത്. കൂടെയുള്ള ജോബ്, അവരെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു സഹോദരനാണ് എന്നാണ് അയൽവാസികളോട് ഷേർലി പറഞ്ഞിട്ടുള്ളത്. ജോബ് കോട്ടയത്ത് ട്യൂഷൻ സെന്റർ നടത്തുകയാണെന്നും അയൽക്കാരോട് പറഞ്ഞിരുന്നു. വീട് നിർമ്മാണ സമയത്ത് ഷേർലിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഭർത്താവാണെന്നും പറഞ്ഞിരുന്നു. ഷേർലി പണം നൽകാനുണ്ടെന്ന് ജോബ് തനിക്ക് പണം നൽകാനുണ്ടെന്ന് ഷേർലിയും പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ബന്ധം വഷളായതോടെ ജോബ് ഒരു മാസത്തോളമായി കുളപ്പുറത്ത് വീട്ടിലേക്ക് വരാറില്ലെന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടെ ഷേർലിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതുൾപ്പെടെ മാനസിക പ്രശ്നങ്ങളുണ്ടായി. ഇതോടെ മുൻ ബന്ധത്തിലെ മകനും ജോബും ചേർന്ന് ഷേർലിയെ കൊച്ചിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. വീട് തന്നെ ബോഗൻവില്ല പൂക്കളാൽ നിറഞ്ഞ ഒരു വീടാണ്. കുളപ്പുറ ഹൗസിംഗ് കോളനിയിലെ ഈ വീട്ടിൽ അത്ര ശാന്തമല്ലായിരുന്നു കാര്യങ്ങൾ എന്നായിരുന്നു ഇപ്പോൾ ഈ ഒരു കൊലപാതകവും കൂടി നടന്നതോടെ പുറത്തേക്ക് വരുന്നത്. കൊല്ലപ്പെട്ട ഷേർലി മാത്യു കഴിഞ്ഞ മെയ്യിലാണ് ഇവിടെ താമസത്തിനായി വന്നത്. വീട് നിർമ്മാണ സമയം മുതൽ എന്നും എത്താറുള്ള ഷേർലി പ്രദേശവാസികളുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. പക്ഷേ നല്ല ബന്ധമാണ് സൂക്ഷിച്ചിരുന്നതെങ്കിൽ പോലും ഒരു ഗൂഢത അല്ലെങ്കിൽ ഒരു നിഗൂഢത ഷേർലിയുടെ കാര്യത്തിൽ അയൽക്കാർക്കുണ്ടായിരുന്നു. കാരണം വ്യക്തമായ ഒരു കാര്യവും അറിയില്ല. പല പല കഥകളാണ് ഷേർലിയെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ചില രഹസ്യങ്ങൾ ഷേർലിക്ക് ചുറ്റുമുണ്ട് എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഷേർലിയുടെ യഥാർത്ഥ കഥകൾ പോലീസ് പറഞ്ഞറിയുമ്പോഴാണ് നാട്ടുകാർ പോലും സത്യങ്ങൾ അറിയുന്നത്. ഭർത്താവ് വിദേശത്താണെന്നും മരിച്ചുപോയെന്നുമുള്ള കഥകൾ പറഞ്ഞ് അയൽവാസികളെ വിശ്വസിപ്പിച്ചു. ഒപ്പമുണ്ടായിരുന്ന ജോബ് സഹോദരനാണെന്ന് പറഞ്ഞു. ഇയാൾ ഇടയ്ക്ക് വീട്ടിൽ വരികയും മടങ്ങിപ്പോവുകയും ചെയ്യുന്നത് കാണുന്നത് നാട്ടുകാരും അത് സഹോദരനായിരിക്കും എന്നായിരുന്നു അവരുടെയും ഒരു വിശ്വാസം. കാറിൽ ചിരിച്ച മുഖവുമായി പോകുകയും വരികയും ചെയ്യുന്ന നല്ല അയൽക്കാരി ഷേർലിയെ മാത്രമാണ് നാട്ടുകാർക്ക് പരിചയം. പൂച്ചെടി പരിപാലനവും മൃഗസ്നേഹവുമുള്ള ഷേർലിയെ പ്രദേശവാസികൾ ആരും അവർക്ക് സംശയിക്കത്തക്ക രീതിയിൽ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ജോബും ഷേർലിയും ചേർന്നാണ് ചെടികളും ഫലവൃക്ഷങ്ങളും വീട്ടുമുറ്റത്തും വീടിന്റെ മുകളിലുമായി നട്ടു വളർത്തിയത് എന്ന് അയൽവാസികൾ അടക്കമുള്ളവർ പറയുന്നു. ഞായറാഴ്ച രാത്രി പോലീസ് ഷേർലിയുടെ വീട്ടിലെത്തുമ്പോഴാണ് നാട്ടുകാർ പോലും ഈ വിവരം അറിയുന്നത്. പ്രദേശവാസി ജെയിംസ് ജോസഫാണ് പോലീസിനൊപ്പം വീടിനുള്ളിൽ പരിശോധനയ്ക്കായി കയറിയത്. രാത്രി ആയതുകൊണ്ട് തന്നെ വീട് സീൽ വെച്ച് കാവൽ ഏർപ്പെടുത്തി പോലീസ് മടങ്ങി. ഇതോടെ ദുരൂഹതകൾ നീങ്ങാൻ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ പോലീസ് എത്തുന്നു, വീട് സീൽ വയ്ക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു രാത്രി കൂടി അയൽക്കാർ കാത്തിരിക്കേണ്ടി വന്നു.